നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂട്ടപ്പലായനമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമെല്ലാം അന്തം വിട്ടു നിൽക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. എന്നാൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ജനകീയ വിഷയം മുൻനിർത്തി നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തത് ഇടതുപക്ഷ പാർട്ടികളായിരുന്നു. ലോക്സഭയിലെ അംഗബലത്തിൽ കോൺഗ്രസ്സാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി. എന്നാൽ മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ചെറുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ചെറിയ സാന്നിധ്യം പോലും എവിടെയും കണ്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്ത് വ്യാപകമായ അതിക്രമങ്ങൾ നടന്നു. തലസ്ഥാന നഗരിയായ ദില്ലിയിൽ നടന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആസൂത്രിത കലാപമായിരുന്നു. കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അടുത്ത കാലം വരെ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് ഭൂപേഷ് ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ ശക്തമായി നേരിടാൻ ഭൂപേഷ് ബാഗേൽ സർക്കാർ തയ്യാറായിരുന്നില്ല. അടിസ്ഥാന വിഷയം മതപരിവർത്തനമാണെന്നതായിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാട്. മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതിഷേധങ്ങളെ മനുഷ്യത്വ വിരുദ്ധവും നിയമവിരുദ്ധവുമായാണ് BJP സർക്കാരുകൾ നേരിട്ടത്. ഇത്തരം ക്രൂരതകൾ തടയാൻ ഒരിക്കൽ പോലും കോൺഗ്രസ് നേതാക്കൾ എത്തിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓടിയെത്തി. സർക്കാർ നേരിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയാണ് കണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായാണ് ഇതിനെ പലരും കാണുന്നത് തന്നെ. ഭരണകൂടം തകർത്തെടുത്തിരിക്കുന്ന സാധാരണക്കാരുടെ കടകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഷോപ്പുകളും മറ്റ് ജീവനോപാധികളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇടിച്ച് തകർത്തിരിക്കുകയാണ്. ബുൾഡോസർ കൊണ്ടുവന്ന് കർഫ്യൂവിൻ്റെ മറവിൽ മുഴുവൻ വസ്തുക്കളും മുഴുവൻ സ്വത്തുവകകളും ഇടിച്ചു തകർന്നു. ഇവിടെ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നൂഹ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ എതിർവശത്തായി കാണുന്ന ഈ രണ്ട് വശങ്ങളിലും മുഴുവൻ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്. ഇതിന് എങ്ങനെയാണ് മറുപടി പറയുക? 2002 ഗുജറാത്ത് കലാപത്തിന്റെ പിടിയിൽ അമർന്നു. സംഘപരിവാർ കലാപകാരികൾ അഴിഞ്ഞാടി. ബിൽക്കിസ് ബാനുമാർ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. പക്ഷേ പ്രതിഷേധിക്കാനോ സാന്ത്വനപ്പെടുത്താനോ ഒരിക്കൽ പോലും കോൺഗ്രസ് നേതാക്കൾ ഓടിയെത്തിയില്ല. 70കളുടെ രണ്ടാം പാദത്തിൽ ഗുജറാത്തിൽ ഉദിച്ചുയർന്ന കോൺഗ്രസ് നേതാവാണ് അഹമ്മദ് പട്ടേൽ. ഗുജറാത്ത് കലാപത്തിന് ശേഷം അഹമ്മദ് പട്ടേലിനെ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തി. ജന്മനാടായ ബറൂച്ചിൽ നിന്ന് മത്സരിച്ച് ലോക്സഭാംഗമാകാൻ പട്ടേൽ ആഗ്രഹിച്ചിരുന്നു. മുസ്ലിമായ പട്ടേൽ മത്സരിച്ചാൽ ഗുജറാത്തിലെ ഹിന്ദുക്കൾ കോൺഗ്രസിൽ നിന്ന് അകലുമോ എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആശങ്ക. ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് നിശ്ചലമായപ്പോൾ കലാപത്തിൻ്റെ ഇരകൾക്ക് നീതി ലഭിക്കാനായി ധീരമായി പോരാട്ടം നടത്തിയ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. തീസ്റ്റ സദൽവാദ്, RB ശ്രീകുമാർ എന്നിങ്ങനെ നിരവധി പേർ. കലാപം ആസൂത്രണം ചെയ്തവരെയും കലാപത്തിന് നേതൃത്വം നൽകിയവരെയുമെല്ലാം തെളിവുകളില്ല എന്ന കാരണം പറഞ്ഞ് കോടതികൾ വെറുതെ വിട്ടു. എന്നാൽ ഇരകൾക്ക് നീതി ലഭിക്കാനായി പോരാടിയ സാമൂഹ്യ പ്രവർത്തകർ വേട്ടയാടപ്പെട്ടു. തീസ്റ്റ സദൽവാദിനെയും RB ശ്രീകുമാറിനെയുമെല്ലാം BJP സർക്കാർ ജയിലിലടച്ചു. ഗുജറാത്തിൽ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം അരങ്ങേറിയപ്പോൾ BJP സർക്കാരിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിന്
നിലപാടില്ലെന്ന് കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ്വി ട്വീറ്റ് ചെയ്തു. 2022 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുറെ കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഗുജറാത്ത് കലാപ സമയത്ത് ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ കുറ്റവാളികളായ സംഘപരിവാറുകാരെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഈ നിയമവിരുദ്ധ പ്രവൃത്തിക്കായി മോദി സർക്കാരും ഗുജറാത്ത് സർക്കാരും കൈകോർത്തു. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. നിയമപോരാട്ടങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരു നേതാവുണ്ട്, സുഭാഷിണി അലി, CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം. സുപ്രീം കോടതിയിൽ സുഭാഷിണി അലി ഹർജി സമർപ്പിച്ചു. ഹർജിയിൽ വാദം കേട്ട സുപ്രീം കോടതി ബിൽക്കീസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയ മോദി സർക്കാരിന്റെയും ഗുജറാത്ത് സർക്കാരിന്റെയും നടപടി റദ്ദാക്കി. കുറ്റവാളികളെ ജയിലിലേക്ക് തിരിച്ചയച്ചു. ലോക്സഭയിൽ വെറും 3 MPമാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPIM. ആ പാർട്ടിയുടെ നേതാവായ സുഭാഷിണി അലിക്ക് ബിൽക്കീസ് ബാനുവിനെ നീതി ലഭ്യമാക്കാൻ സാധിച്ചു. Who are you running your government for? Is your government there to protect those who are being attacked, those who are weak, those who are poor? Or is your government there to protect those who are perpetrators of crimes, those who are rapists, those who are murderers? These are very important questions. So now, of course, we have to see whether the government of Gujarat is going to give protection to Bilkis Banu and her family, whether they're going to extend help to them, help them to live a peaceful life at least for some years, whether they're going to give her the compensation that has been ordered by the court earlier. And we have to see whether these criminals are going to be given an opportunity to appeal and what happens with that. But most important, we would like to tell the women in India who must be feeling very, very, very frightened that, how are they going to fight for justice? How many of them can go up to the Supreme Court? How many of them will get help? So they should know that there are organizations like AIDWA, there are many activists. They should approach them if they are in trouble. They should feel that they are not alone, and they should come forward and fight and be helped in their fight by all of us. ലോക്സഭയിൽ 48 MPമാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ നേതാവായ പ്രിയങ്ക ഗാന്ധി എന്ന വനിതയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ബിൽക്കീസ് ബാനുവിനായി ഒന്നും ചെയ്തില്ല. പ്രിയങ്ക ഗാന്ധി തിരക്കിലായിരുന്നു, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള തിരക്കിൽ. മോദി സർക്കാരിനെതിരെ രാജ്യത്തെ കർഷകർ നടത്തിയത് ഐതിഹാസിക സമരമാണ്. ഈ സമരത്തിൽ എവിടെയും കോൺഗ്രസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. കർഷക സമരം പെട്ടെന്നൊരു നാൾ പൊട്ടിപ്പുറപ്പെട്ടതല്ല. മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലായി. കർഷകരുടെ ജീവിതം വഴിമുട്ടി. പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലാതായി. തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു. ചെങ്കൊടിക്ക് കീഴിൽ കർഷകർ അണിനിരന്നു. ലോങ് മാർച്ച് മഹാരാഷ്ട്രയെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കി. ഫെഡറലിസം ഏറ്റവും ശക്തമായ വെല്ലുവിളി നേരിട്ട കാലമാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കേന്ദ്രം കവർന്നെടുത്തു. ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യം തടഞ്ഞു. രാജ്ഭവനുകളിലിരുന്ന് ഗവർണർമാർ ബദൽ ഭരണം നടത്തി. വനിതാ മന്ത്രിയെപ്പോലും അസഭ്യം പറയുന്ന ഗവർണറെ രാജ്യം കണ്ടു. ഫെഡറലിസം സംരക്ഷിക്കാനായി ദേശീയ തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമരത്തിന് കോൺഗ്രസ് തയ്യാറായില്ല. കേരളം മുൻകൈയെടുത്ത് ദില്ലിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു. ക്ഷണിച്ചെങ്കിലും ആ സമരത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്നാൽ കേരളത്തിന്റെ സമരം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി. ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരം ചരിത്രത്തിൽ ഇടം പിടിച്ചു.
കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം വെളുപ്പിച്ച് BJPക്ക് പണമുണ്ടാക്കാനായി തുടങ്ങിയ സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇതിനെതിരെ കോൺഗ്രസ് ചുണ്ടനക്കിയില്ല. മാത്രമല്ല, കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഗുണഭോക്താവുമായി. സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ നിയമപോരാട്ടം നടത്തിയത് CPIM ആയിരുന്നു. വാദങ്ങൾ ശരിവെച്ച സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി. മോദി സർക്കാരിനേറ്റ ഏറ്റവും കനത്ത തിരിച്ചടി. കോൺഗ്രസ് ദില്ലിയിൽ സമരം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മാത്രം. ED സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴായിരുന്നു സമരം. നെഹ്റു കുടുംബത്തിന്റെ കുടുംബ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് കോൺഗ്രസിന് ഇന്ന് രാഷ്ട്രീയമില്ല. പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത ഒരു BSP MP അടുത്തിടെ BJPയിൽ ചേർന്നു. വിരുന്നിൽ പങ്കെടുത്ത RSP നേതാവ് NK പ്രേമചന്ദ്രൻ ഇതുവരെ BJPയിൽ ചേർന്നിട്ടില്ല. പക്ഷേ മോദി പ്രശംസകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ആ പദ്ധതി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുമത്രേ. ശരിയാണ്, വർഗീയതയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിലും നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മോദി ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത BSP MP ഹൃദേശ് പാണ്ഡെ BJPയിൽ ചേർന്നു. വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ ഇതുവരെ BJPയിൽ ചേർന്നിട്ടില്ല. പ്രേമചന്ദ്രൻ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയാണ്. BJPയിൽ ചേർന്നിട്ടില്ലെങ്കിലും പ്രേമചന്ദ്രൻ മോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നേതാവാണോ നരേന്ദ്രമോദി? വർഗീയതയുടെ കാര്യത്തിൽ ഈ വാദം ശരിയാണ്. ബാബറി മസ്ജിദ് തകർത്തിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന ഉറപ്പ് മോദി പാലിച്ചിരിക്കുന്നു. കശ്മീരിന്റെ പ്രത്യേകാവകാശം പിൻവലിക്കുമെന്ന ഉറപ്പും മോദി നടപ്പിലാക്കി. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുമെന്ന ഉറപ്പ് മോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയുടെ മുന്നോടിയായി മോദി അണികൾക്ക് നൽകിയ ഉറപ്പുകളാണ് ഇന്ന് മണിപ്പൂരിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി നൽകിയ വേറെ കുറെ ഉറപ്പുകളുണ്ട്. 2014 ലോക്സഭാ പ്രചാരണ വേളയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള അനധികൃത നിക്ഷേപങ്ങൾ പിടിച്ചെടുക്കും എന്നതായിരുന്നു ഒരു ഉറപ്പ്. അങ്ങനെ ലഭിക്കുന്ന പണത്തിലെ 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യൻ പൗരന്റെയും അക്കൗണ്ടിൽ ഇടും എന്നതായിരുന്നു ഉറപ്പ്. ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ വ്യവസായികളിൽ നിന്ന് കുഴപ്പണം വാങ്ങി BJPയുടെ ഫണ്ടിലേക്ക് പണമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് മോദി ചെയ്തത്. 50 രൂപയ്ക്ക് പെട്രോൾ വിതരണം ചെയ്യുമെന്നാണ് മോദി 2014 പറഞ്ഞിരുന്നത്. പെട്രോൾ വില ഇന്ന് ലിറ്ററിന് 110 മുകളിലാണ്. പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 1000 മുകളിൽ. പാചകവാതക സബ്സിഡി ബഹുഭൂരിപക്ഷത്തിനും ലഭിക്കുന്നില്ല. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനായി ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന ഉറപ്പ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. സമരം ചെയ്ത കർഷകരെ വണ്ടിയിടിച്ചും വെടിവെച്ചും കൊലപ്പെടുത്തി. വികസന വിഷയത്തിൽ മോദി നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. മോദിയെ വാനോളം പുകഴ്ത്തുന്ന പ്രേമചന്ദ്രന് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുക എന്നത് BJPയുടെ ഒരു ദീർഘകാല അജണ്ടയാണ്. ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം പാസാക്കി കഴിഞ്ഞു. ഉത്തരാഖണ്ഡിന് പിന്നാലെ അസമും പുതിയ നിയമങ്ങളുമായി രംഗത്ത് വരുന്നു. അസമിൽ
മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയിരിക്കുന്നു. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് BJPയുടെ ലക്ഷ്യം. രൂക്ഷമായ വിലക്കയറ്റം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന തട്ടിപ്പുകൾ, ഗുസ്തിതാരങ്ങളുടെ സമരം, മണിപ്പൂർ എന്നിങ്ങനെ മോദി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന വിഷയങ്ങൾ നിരവധിയുണ്ട്. ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യരുത്, മതം മാത്രമേ ചർച്ച ചെയ്യാവൂ. ഈ ലക്ഷ്യത്തോടെയുള്ള അജണ്ടകളിൽ ഒന്നാണ് ഏകീകൃത സിവിൽ നിയമം. അജണ്ട നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി തന്നെ 6 മാസം മുമ്പ് നേരിട്ട് രംഗത്തിറങ്ങി. यूनिफॉर्म सिविल कोड के नाम पर ऐसे लोगों को भड़काने का काम हो रहा है. आप मुझे बताइए, एक घर में परिवार के एक सदस्य के लिए एक कानून हो, परिवार के दूसरे सदस्य के लिए दूसरा कानून हो, तो क्या वो घर चल पाएगा? क्या कभी भी चल पाएगा? क्या फिर ऐसी दोहरी व्यवस्था से देश कैसे चल पाएगा? ഒരു കുടുംബത്തിലെ പലർക്കും പല നിയമങ്ങളായാൽ എങ്ങനെ ശരിയാകുമെന്നതാണ് പ്രധാനമന്ത്രിയുടെ ചോദ്യം. വ്യക്തി നിയമങ്ങൾ മാത്രമല്ല, രാജ്യത്തെ പല നിയമങ്ങളും ഏകീകൃതമല്ല. രാജ്യത്തിന്നും ഒരു ഏകീകൃത ധനകോഡില്ല. ഹിന്ദു കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമായി HUF എന്ന പേരിൽ പ്രത്യേക നികുതിദായക വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിന് മാത്രമായി ബജറ്റുകൾ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്തിനാണ് ഹിന്ദു കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമായി ഈ നികുതി ഇളവ് പരിമിതപ്പെടുത്തുന്നത്? ഇത് പിൻവലിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നതാണ്. പക്ഷേ മോദി സർക്കാർ തയ്യാറായില്ല. ഇനി മുത്തലാഖ് നിയമം നോക്കാം. ക്രിമിനൽ നടപടി നിയമം ഭേദഗതി ചെയ്താണ് മുത്തലാഖ് തടയാൻ നിയമം കൊണ്ടുവന്നത്. നിയമവിരുദ്ധമായി ഭാര്യയെ ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളെങ്കിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും. നിയമവിരുദ്ധമായി ഭാര്യയെ ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളല്ലെങ്കിൽ അവർക്ക് ശിക്ഷയില്ല. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നവരാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നത്. ഏക സിവിൽ കോഡ് എന്നുള്ളത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്ന അന്നു മുതൽ നമുക്ക് പരിചയമുള്ള വിഷയവുമാണ്. സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പല കേസുകളിലും ഏക സിവിൽ കോഡ് രൂപീകരണത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. ലോ കമ്മീഷനും പല പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും ഈ വിഷയം സജീവമാകുമ്പോഴൊക്കെ എതിർപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ എതിർപ്പിനെ തുടർന്ന് അത്ര അനായാസം ചെയ്യാൻ കഴിയാത്തൊരു കാര്യമെന്ന നിലയ്ക്ക് ആ വിഷയം മാറ്റിവെക്കുകയാണ് പതിവ്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. BJPയുടെ പല വാഗ്ദാനങ്ങളും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അയോധ്യ നമുക്കറിയാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിലും സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്, അല്ലെങ്കിൽ അജണ്ടയുടെ ഭാഗമാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത്. അത് ഒരു മതവിഭാഗത്തെ മെരുക്കിയെടുക്കുക, നിയന്ത്രിക്കുക, അവർ ആചാരപരമായോ വിശ്വാസപരമായോ അനുഭവിച്ചു വരുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള ദുരുദ്ദേശങ്ങൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യാപകമായ എതിർപ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സമുദായങ്ങളെ, മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ ജനതയെ ആകെ തന്നെ വിഭജിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഏക സിവിൽ കോഡിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ നീക്കങ്ങളെ പലരും കാണുന്നത്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ ഏകീകൃത സിവിൽ നിയമത്തിനായുള്ള ബിൽ പാസാക്കി. പക്ഷേ ആ നിയമം ഏകീകൃതമല്ല. ഗോത്രവിഭാഗക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. BJP ഭരിക്കുന്ന അസം ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ ഗോത്രവിഭാഗക്കാരെ തൊടില്ല. രാജ്യത്താകെ 5 കോടി ഗോത്രവിഭാഗക്കാരുണ്ട്. അവരെ പിണക്കാൻ BJP തയ്യാറല്ല. അതുകൊണ്ട് തന്നെ BJP നടപ്പിലാക്കുന്നത് ഏകീകൃത സിവിൽ നിയമമല്ല, ന്യൂനപക്ഷ വിരുദ്ധ നിയമമാണ്. ഏക സിവിൽ കോഡ് അനിവാര്യമായതോ ഇപ്പോൾ തന്നെ അടിയന്തരമായി നടപ്പാക്കേണ്ടതായ ഒരു വിഷയം അല്ല. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അവയെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. പലതും പ്രധാനപ്പെട്ട പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയ്ക്കനുസൃതമായി പല പ്രവർത്തനങ്ങളും നിയമനിർമ്മാണവും നടന്നിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഓരോന്ന് പറയുമ്പോഴും അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ എന്നാണ്.
എന്ന് പറയുമ്പോൾ നിർബന്ധ സ്വഭാവമുണ്ട്. ഈ കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം മാത്രമല്ല, ഭരണകൂടം പ്രവർത്തിക്കണം എന്നാണ്. പക്ഷേ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? അതൊരു വിഷയം തന്നെയാണ്. അവിടെ ദുരുദ്ദേശത്തോടെ BJP രാജ്യം ഭരിക്കുന്ന മറ്റ് ശക്തികൾ ഒക്കെ വിഷയത്തെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുണ്ടാകുന്നു. ആ എതിർപ്പ് മതനിരപേക്ഷമായ എതിർപ്പായിരിക്കണം, മതനിരപേക്ഷമായ പ്രതിഷേധമായിരിക്കണം. കാരണം ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ്സിന് നിലപാടില്ലാതായിരിക്കുന്നു. കോൺഗ്രസ്സിന് നിലപാട് ഇല്ലാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിലപാടുകളുടെ അവ്യക്തത, അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും, പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും കോൺഗ്രസ്സിന് ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവരനുഭവിക്കുന്നുണ്ട്. പൗരത്വ നിയമത്തെ സംബന്ധിക്കുന്ന ഇപ്പോൾ പ്രക്ഷോഭം ഉണ്ടായപ്പോഴും എവിടെയും ഈ ഒരു വിഷയം വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രശ്നം തന്നെ അതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമില്ല, നയമില്ല, പരിപാടിയില്ല, മറ്റുള്ളവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സന്നദ്ധതയുമില്ല. BJPക്കെതിരെ പല സംസ്ഥാനങ്ങളിലും വിശാലമായ മതേതര സഖ്യങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. വർഗീയത ആളിക്കത്തിച്ച് എല്ലാ വെല്ലുവിളികളെയും മറികടക്കാമെന്ന തന്ത്രമാണ് BJP പയറ്റുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. തീപാറും പോരാട്ടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.